ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Good evening and welcome to Red Carpet with RJ ഏലിക്കുട്ടി. എല്ലാ റെഡ് കാർപ്പറ്റിലും നിങ്ങളുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഒരു ഗസ്റ്റും നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ടല്ലേ. ആൻഡ് ഇന്നത്തെ ഈ ഒരു ദിവസവും അതുപോലൊരു കിടിലൻ ഗസ്റ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ റേഡിയോ ജോക്കീസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ശബ്ദമാണ് സാറ് എന്റെ മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അനുകരണ കലയിലെ ഒരു പെൺപുലി ഇങ്ങനെ തിളങ്ങി നടക്കുന്നുണ്ട്. ഒരു സ്റ്റാർ ഉണ്ട് അനുകരണ കലയിൽ. ആ ഒരാളാണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മളുടെ കൂടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുള്ളത്. അത് വേറെ ആരുമല്ല, പ്രീതിമയാണ്. പ്രീതിമ, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഹലോ, താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകണം. അടിപൊളിയായിട്ട് എപ്പോഴും അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. പ്രീതിമയെ പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഇങ്ങനെ കടല് പോലെ എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ കിടക്കാണ്. ചോദിച്ചോ. പലവരും പാടുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ പല സൗണ്ടുകളിൽ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടായിട്ടല്ല ഞാൻ പാടുന്നത്. ഞാൻ ചെയ്യുന്ന ഓരോ താരങ്ങളുടെ അവരുടെ സംസാര രീതിയും മോഡുലേഷനും വെച്ചിട്ട് ആ സോങ്ങിന്റെ ലിറിക്സ് നമ്മൾ അങ്ങനെ ഓരോരുത്തരുടെ വോയിസിലായിട്ട് ചെയ്തു നോക്കുന്നതാണ്. അതെ, അതെങ്ങനെയാണ് ആ ഒരു തോട്ടിലേക്ക് വന്നെത്തിയത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ എല്ലാവരും മിമിക്രി ചെയ്യുന്നത് ഞാൻ ഇന്നാളുടെ ശബ്ദം അനുകരിക്കുന്നു, അടുത്തത് ഇന്നാളുടെ ശബ്ദം, അങ്ങനെയൊക്കെ ആയിരുന്നു മുമ്പ്. കുറച്ചൊരു 3-4 വർഷം മുമ്പ് വരെ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം കാണുന്ന ഓഡിയൻസിനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയാണ് വേണ്ടുന്നത്. എല്ലാരും പ്രതീക്ഷിക്കുന്നതും വെറൈറ്റിയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ കുറെ സംഭവങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്ത വീഡിയോസ് എല്ലാം ഭയങ്കര റീച്ച് ആയിട്ടുണ്ട്. 2 മില്യൺ വ്യൂസ് എല്ലാം, ഒട്ടുമിക്ക വെറൈറ്റി വീഡിയോസ് ചെയ്തിട്ടുള്ള എല്ലാം 1 മില്യന് മേളില് പോയിട്ടുണ്ട്. അപ്പൊ നോർമലായിട്ട് ചെയ്യുന്ന വീഡിയോക്കാളും നല്ലൊരു റീച്ച് കിട്ടുന്നുണ്ട്, എല്ലാരും ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല കമന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു റൂട്ട് പിടിച്ചു നോക്കിയതാ. ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ആദ്യമായിട്ട് ഞാൻ ചെയ്തു നോക്കിയത് നമ്മുടെ ചാക്കോച്ചന്റെ ബൊഗൈൻ വില്ലയിലെ സോങ് ആയിരുന്നു. ഞാൻ കുറച്ച് പോസ്റ്റ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചാക്കോച്ചൻ സ്റ്റോറി ഇട്ടിരിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ മെൻഷൻ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തത് സക്സസ് ആയി, കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കല്ലോ സ്റ്റോറി ഇട്ടത്. അതെ. അപ്പൊ പിന്നെ ആ വീഡിയോ ഭയങ്കരമായിട്ട് റീച്ചായി. ആൾക്കാർ അറിയുന്ന സോങ് എടുത്ത് ചെയ്താൽ മാത്രമേ, കുറച്ച് ഒരു ട്രെൻഡിങ് സംഭവങ്ങൾ ചെയ്താൽ മാത്രമേ വിജയിക്കുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെയാണ് പുഷ്പ 2 അങ്ങനെയൊക്കെ കുറെ സോങ് ചെയ്ത് നോക്കിയത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാർട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ബൊഗൈൻ വില്ല എന്ന മൂവിയിലെ ഹിറ്റായിട്ടുള്ള ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്നുള്ള സോങ്ങിന്റെ ആദ്യത്തെ വരി ഒരു 4-5 താരങ്ങൾ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാം. മമത മോഹൻദാസ്, ഷാനി പ്രഭാകരൻ, ഷീലാമ്മ, ഭാവന, അമല പോള്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാം. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, അയ്യോ പറയും വാക്കും നിൻ കണ്ണില് നോക്കും, മെല്ലെ കൊല്ലുന്നേ ഉരുകുന്നേ, സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നുണ്ടയുതിർക്കാം, മരണം വരെ നീ ഓർക്കാൻ. നമ്മുടെ സ്തുതി പാട്ട് പലവരുടെയും ശബ്ദത്തിലൂടെ പാടി നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രീതിമ. അപ്പൊ എന്തായാലും പ്രീതിമ, ഈ ഒരു പാട്ട് പാടിയത് നമ്മുടെ ഷാനി ചേച്ചിയോ അതുപോലെ തന്നെ സുജയ് ചേച്ചിയോ ഒക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കൊള്ളാം. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ചേച്ചി എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. സുജയ ചേച്ചി എന്റെ വീഡിയോസ് കാണുമ്പോ സ്റ്റോറി ഇടാറുണ്ട്, കമന്റ് ഇടാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ അത് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം. അവർക്ക് മാത്രല്ല, എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ കുറച്ച് നാൾ, ഒരു 3-4 മാസം മുമ്പ് നമ്മുടെ ചിന്താ ജെറോം ചേച്ചിയെ കാണാൻ ഇടയായി. അപ്പൊ കണ്ടപ്പോ തന്നെ ഞാനിങ്ങനെ പേടിച്ചിരിക്കുക, അയ്യോ എന്തോ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ ഓടി വന്ന് എന്നെ ഹഗ് ചെയ്തു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ, അടിപൊളിയാന്ന്. അപ്പൊ ഞാൻ ചെയ്യുന്ന വോയിസ് ചെയ്തിട്ടുള്ളതിനകത്ത് ഒട്ടുമിക്ക താരങ്ങളെ നേരിട്ട് കാണുകയും അല്ലെങ്കിൽ അവര് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ
അതില് ഭയങ്കര സന്തോഷം. അത് നമ്മുടെ ലൈഫിലും ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ അല്ലെ? കാരണം അവർക്കും അവരുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുകയും അവർക്കൊരു സന്തോഷം തോന്നി നമുക്ക് മെസ്സേജ് അയക്കാന്നൊക്കെ പറയുമ്പോ സത്യമാണ്. അത് കണക്ക് സുരഭി ചേച്ചി, സുരഭി ലക്ഷ്മി, ആ ചേച്ചിയുടെ ARMന്റെ ഒരു ചെറിയ ഭാഗം ഞാനിങ്ങനെ സ്പോട്ട് ഡബ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഇത് കണക്ക് കമന്റ് ഇട്ടു. പിന്നെ നമ്മുടെ ബിജിക്കുട്ടൻ ചേട്ടൻ ഇപ്പൊ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ ബിജിക്കുട്ടൻ ചേട്ടൻ ഇങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ ബിജിക്കുട്ടൻ ചേട്ടനെ നേരത്തെ ഒരു ഷോയിൽ വെച്ച് എന്നെ പരിചയപ്പെട്ട് നേരത്തെ തൊട്ട് അറിയാം. കോമഡി ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷോയിൽ ജഡ്ജായിട്ടൊക്കെ ഇരുന്നതാണ്. അപ്പൊ ചേട്ടൻ എനിക്ക് വോയിസ് മെസ്സേജ് ഫോർവേഡ് ചെയ്ത് തന്നു. കൂടാതെ സുരഭി ചേച്ചി ഇതിനകത്ത് മെസ്സേജ് അയച്ചു. അപ്പൊ ഭയങ്കര സന്തോഷമായി. ഈ ഒരു ഡബിങ് അല്ലെങ്കിൽ മിമിക്രി മേഖലയിലേക്ക് വരാനായിട്ടൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് എവിടെ നിന്നായിരുന്നു? ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളിലെ കലോത്സവത്തിന് വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയതാണ്. പിന്നെ വീണ്ടും തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം. അതിനകത്ത് മിമിക്രി ആയിരുന്നല്ലോ മെയിൻ ആയിട്ട്, സ്പോട്ട് ഡബിങ്, മിമിക്രി, വോയിസ് ഇമിറ്റേഷൻ. അപ്പൊ അതിനു വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്നൊന്നും നമ്മൾ ഒരുപാട് എന്താ ആക്ട്രസിന്റെയോ അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും, കുഞ്ഞുനാളിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വെറൈറ്റി ശബ്ദങ്ങളൊക്കെയാണ്. ഇപ്പം എല്ലാരും അങ്ങനെയല്ലല്ലോ, ഓരോ താരങ്ങളുടെ ശബ്ദമാണല്ലോ. ഞാൻ രജിഷ വിജയന് വേണ്ടിയിട്ട് അനുരാഗ കരിക്കുംവെള്ളം സിനിമയുടെ സ്പോട്ട് ഡബിങ് ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത് കോമഡി ഉത്സവം. പിന്നെ അടുത്ത നമ്മൾ ഓരോ പ്രാവശ്യം അവിടെ നിന്ന് വിളിക്കുന്ന സമയത്ത് ഇനി പുതിയത് ഇനി ട്രൈ ചെയ്യണമല്ലോ, പുതിയത് പഠിക്കണമല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഓരോരുത്തരുടെ ഇങ്ങനെ ശബ്ദങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സെറ്റ് ചെയ്ത് പോയി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് പിന്നെ ഇപ്പൊ ഓരോന്ന് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോ ഞാൻ പ്രോഗ്രാം നേരത്തെ തൊട്ടേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചാനലിലാണെങ്കിലും ഒട്ടുമിക്ക ഷോസിനും ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ ഇപ്പം ചാനലിൽ അല്ലെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ വഴി പറ്റും. അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പുതിയ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും നമ്മൾ നേരത്തെയും സംസാരിച്ചായിരുന്നു ഈ പുതുമകൾ തേടി പോകുന്നതിന്റെ കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പല ആർട്ടിസ്റ്റുകളുടെ സൗണ്ടിലൂടെ പാടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഒരു ബാക്കിയായിട്ടാണോ ഈ ഫോൺ പേയില് പുതിയ ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് അനുകരിക്കുന്ന ഒരു മെത്തേഡിലേക്ക് എത്തിയത്? അതെ തീർച്ചയായും. അപ്പം അതെങ്ങനെയാണ് ഈ ഒരു വെറൈറ്റികളിൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തുന്നത്? എന്റെ മനസ്സിൽ ഇങ്ങനെ കുറെ ഐഡിയാസ് വരും. അതിനകത്ത് ചിലതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കും. കുറെ ഒക്കെ എന്റെ മൈൻഡിൽ ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല, അങ്ങനെയാണോ? അല്ല, റെഡി ആവാത്തതൊന്നും ഞാൻ നോക്കില്ല. ഞാൻ ഒരെണ്ണം പ്ലാൻ ചെയ്യും, അത് ഞാൻ ചെയ്തേ അടങ്ങും. ചെയ്ത് ഞാൻ പക്ഷെ അങ്ങനെ കുറെ ഐഡിയാസ് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു സത്യം പറഞ്ഞ ഒരു സമയം കുറവും പിന്നെന്താ പറയാ ഇതിനനുസരിച്ച് ഒരു സാഹചര്യം കിട്ടാത്തോണ്ട് മാത്രമാണ് ട്രൈ ചെയ്തത്. ഐഡിയാസ് കുറെ ഉണ്ട് കേട്ടോ, ഒരുപാട് ഐഡിയാസ് എന്റെ കയ്യിൽ ഇനിയും ഉണ്ട്. ഞാൻ ഇറക്കാനായിട്ട് വെയിറ്റ് ചെയ്യാനുണ്ട്. സ്വന്തമായിട്ട് എന്നെ അങ്ങ് പുകഴ്ത്തുക. അതെന്തായാലും അടിപൊളിയാണ്. അങ്ങനെ നമുക്ക് ഡേ ബൈ ഡേ ഓരോരോ കാര്യങ്ങൾ, അപ്പോഴാണല്ലോ വെറൈറ്റി. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാനും ഈ പ്രശംസയൊക്കെ നേടുന്നതും ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങൾ വരുമ്പോഴാണല്ലോ. അതെ തീർച്ചയായും എല്ലാരും പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. അതെ തീർച്ചയായിട്ടും. ഇനിയും നമ്മൾ കട്ടയ്ക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് പ്രതിമയുടെ അടുത്തുനിന്ന് വരാനായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ. അയ്യോ, ഞാൻ പറഞ്ഞും പോയി. അപ്പൊ എന്തായാലും അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടൊരു വിഷസ് തന്നെ ആദ്യം തന്നെയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. പല ആളുകളുടെ സൗണ്ട് അറ്റ് എ ടൈം എടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് സെഷനൊക്കെ എങ്ങനെയാണ് നമ്മുടെ സൗണ്ടിന് ആപ്റ്റ് ആയിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുന്നതൊക്കെ? ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തരുടെയൊക്കെ ഇപ്പൊ നമ്മള് എന്തെങ്കിലും വൈറലായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ പിന്നെ കൂടുതലും നമ്മള് ഈ ഫ്രീ ടൈം ഒക്കെ യൂട്യൂബിലോ ഇൻസ്റ്റയിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ ഓരോരുത്തരുടെയൊക്കെ വീഡിയോസ് കാണുമ്പം അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാനത് അവരുടെ വോയിസ് രജിസ്റ്റർ ആണോ എന്ന് നോക്കണമല്ലോ. ഇപ്പൊ ഞാൻ അവരുടെ വോയിസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ആളാണെങ്കിൽ മാത്രമല്ലേ അത് ഓക്കെ ആവുള്ളൂ. അപ്പൊ ഞാൻ ഓരോരുത്തരുടെ ഒക്കെ എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കും, ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് നോക്കുന്നതാ. ചെയ്ത് നോക്കുമ്പം നമുക്കൊരു 50% ഒക്കെ ഓക്കെ എന്ന് തോന്നുവാണെങ്കിൽ ഒന്നും കൂടെ അതിനെ ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കും. എന്നിട്ട് നമ്മുടെ കൂടെ ഉള്ളവരോട് ചോദിക്കും, ഇത് ഓക്കെ ആയോ, ഇതെങ്ങനെ ഉണ്ട്, ഞാൻ ചെയ്തതാണ് ഓക്കെ ആയോ എന്ന് ചോദിക്കും. അപ്പൊ അവരുടെ അഭിപ്രായം എങ്ങനെയാണ് കണ്ടിട്ടാണ് ഞാൻ പിന്നെ അത് ഒരു സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ ആണ്, സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ ഉള്ള അവരുടെ അഭിപ്രായം കേട്ടിട്ട് ശേഷമാണ് ഞാൻ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്.
അങ്ങനെയൊക്കെ. അപ്പൊ പ്രീതിമ നേരത്തെ പറയുകയുണ്ടായി ഇങ്ങനെ ഓരോരോ ആർട്ടിസ്റ്റുകളുടെ സൗണ്ട് ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സർക്കിൾ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലേക്ക് ആ ഒരു ഓഡിയോ ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ടായിരിക്കും ഫീഡ്ബാക്കുകൾ മേടിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആരുടെ ഫീഡ്ബാക്കുകളാണ് സ്വീകരിക്കാറുള്ളത്? മിമിക്രി മേഖലയിൽ നിന്നുള്ളവർ തന്നെയാണോ അതോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്നുള്ളവർ തന്നെയാണോ? എന്റെ നാട് കൊല്ലമാണ്, ഞാൻ കൊല്ലക്കാരിയാണ്. ഇപ്പൊ ഞാൻ സ്റ്റേ ചെയ്യുന്നത് എറണാകുളത്താണ്. വർക്കിന്റെ ആവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് എറണാകുളം തന്നെയാണ്. അപ്പം എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് എന്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം അവളുടെ അടുത്തായിരിക്കും നമ്മളിപ്പോ കൂടുതലും ഇവിടെയാണല്ലോ ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫ്രീ ടൈമൊക്കെ വോയിസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവളുടെ അടുത്തായിരിക്കും ഞാൻ കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ അവള് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു തരും. അപ്പം എന്നെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാളിപ്പോവല്ലോ. അതുകൊണ്ട് അവള് കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിമിക്രി കലാരംഗം നമ്മൾ അത്ര അങ്ങോട്ട് സ്ത്രീ സാന്നിധ്യം ഇല്ലാത്ത ഒരു കലാരംഗമാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേർണിയൊക്കെ? ഉണ്ട്, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് എന്റെ വീട്ടിൽ താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു? അപ്പൊ അവിടെ തൊട്ടേ ഉണ്ടായിരുന്നു ചലഞ്ചസ് തരണം ചെയ്യാനായിട്ട്. അതിന്റെ ഒരു കഥ പറയൂ. കൊള്ളാം, ഉണ്ടായിരുന്നോ. എന്റെ അച്ഛന് ആണ് ഇഷ്ടമല്ലാത്തത്. അപ്പം അച്ഛൻ പറയണ ഇതൊന്നും വേണ്ട, അച്ഛന്റെ മനസ്സിൽ ഇതൊക്കെ ഒരു കോപ്രായം എന്നുള്ള ഒരു മൈൻഡായിരുന്നു. കാര്യം വെച്ചാൽ ആൾക്ക് എപ്പോഴും നമ്മൾ പഠിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നുള്ളൊരു മൈൻഡാ. അപ്പം ഇതിനെയൊന്നും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറില്ല. അച്ഛൻ പറയുന്നത് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതിനെ, ഇതൊന്നും കൊണ്ടൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല, വെറുതെ ആൾക്കാരെ കൊണ്ട് അതും ഇത് പറയിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ മാറിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇത് കണക്ക് ചാനലിൽ പോയി പെർഫോം ചെയ്ത ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. വയറിലായ സമയത്ത് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ, അച്ഛൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ടൈമിൽ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് മോളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറയുന്നത് കേട്ടോ ഭയങ്കര സന്തോഷമായി. അടിപൊളി. അപ്പൊ പിന്നെ ഒന്നും വേണ്ടിയില്ല. പിന്നെ എന്നോട് ചോദിക്കുന്നത് വേറെയൊക്കെ ആരുടെയൊക്കെ ശബ്ദം പഠിച്ചു, ആരുടെയൊക്കെ പഠിക്കുന്നു എന്നൊക്കെ. ആദ്യം ഭയങ്കര ചട്ടക്ക് വേണ്ട ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന ആളാ. പിന്നെ ഓക്കെ ആയി. നമ്മളോട് നേരത്തെ പറയുകയുണ്ടായി അല്ലെ ലൈഫില് ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോ ഉണ്ടായിരുന്ന സ്ട്രഗിൾസ്, ചലഞ്ചസ് ഒക്കെ. അതിനുശേഷം പിന്നീട് പ്രീതിമേനെ നമുക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതമായിട്ടുണ്ടായിരുന്നത് ഫ്ലവേഴ്സ് കോമഡി ഷോയുടെ ഫ്ലോറിലൂടെയാണ്. അപ്പോൾ പ്രീതിമ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫ്ലോറിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ജേർണിയും ഒക്കെ? അത് ഫസ്റ്റ് ടൈം പോയപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഗ്രൂമിങ് സമയത്തൊക്കെ അടിപൊളിയായിട്ട് പറയുന്ന സാധനം ചിലത് ഫ്ലോറിൽ കയറുമ്പോഴത്തേക്ക് നമ്മുടെ തൊണ്ട ഡ്രൈ ആയി പോയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആകുമ്പോഴത്തേക്ക് അതായിരിക്കും ഒരു ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതെ അതെ. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ അത് കുഴപ്പമില്ല, അതങ്ങനെ അങ്ങ് പോയി. പിന്നെ ഈ ഫ്ലോറിൽ കയറുമ്പോ നമ്മുടെ എന്താ പറയണ്ട തോട്ടൊക്കെ ഓക്കെ ആവണേ എന്നുള്ള പ്രാർത്ഥനയിലായിരിക്കും കയറുന്നത്. പിന്നെ അവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പൊ മിഥുൻ ചേട്ടനൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അവിടെ പോകാനുള്ള ഇഷ്ടം കൂടി വന്നു അല്ലേ? അങ്ങനെയായിരുന്നു. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് അപ്രിസിയേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ പ്രീതിമയുടെ വീഡിയോസ് കണ്ടിട്ടായാലും അതുപോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ടായാലും ഒരുപാട് പേരുടെ അപ്രിസിയേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു അപ്രിസിയേഷൻ ഏതാണ്? അങ്ങനെ ചോദിച്ചാ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാടുണ്ട്. ചോദിച്ചാൽ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇപ്പൊ നമ്മുടെ കലാഭവനിലെ മെയിൻ ആയിട്ടുള്ള KS പ്രസാദ് സാറൊക്കെ, പിന്നെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനില് ഞാൻ മെമ്പറല്ല, മാ എന്ന് പറയും സംഘടന. അപ്പം അതിലൊക്കെ അവരെന്നെ വിളിച്ചിട്ടുണ്ട് പെർഫോം ചെയ്യാനായിട്ട്. അത് ദിലീപേട്ടനും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഷോയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ശബ്ദങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ അതിനെ പിന്നെ ഒന്ന് സെറ്റാക്കി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു വോയിസ് ഉണ്ടോ? അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റാക്കണം എന്ന് പറഞ്ഞത് ഓക്കെ. അത് കുറച്ച് ഏജ് വോയിസ് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം രൂപത്തിലെത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും ആൾക്കാർ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കത് പിന്നെ സെറ്റാക്കി എടുക്കാനായിട്ടുണ്ട് അല്ലേ? അതെ അതെ. കുറെ വിശേഷങ്ങളൊക്കെ പ്രീതിമയുടെ അടുത്ത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ കുറച്ച് ടാസ്കുകളൊക്കെ ചെയ്യിപ്പിക്കാത്ത എങ്ങനെയാണല്ലേ നമ്മുടെ ഈ ഒരു റെഡ് കാർപ്പറ്റ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ എന്തായാലും കുറച്ച് ശബ്ദങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നതായിരിക്കും. വിത്തിൻ സെക്കൻഡ്സ് ആ ശബ്ദത്തിലൂടെയൊക്കെ പ്രീതിമ നമ്മളോട് സംസാരിക്കുന്നതുമായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും പ്രീതിമ തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ആവേശം മൂവിയിലെ ബിബി മോന്റെ അമ്മ. മോൻ ഹാപ്പിയാണോ? ബിബി മോൻ ഹാപ്പിയാണോ? മോനൊന്ന് ശ്രദ്ധിച്ചോണേ, അവന് പരീക്ഷയൊക്കെ വരുവാ. ഓക്കെ മോനെ. നെക്സ്റ്റ് സുരഭി. ഒരു കള്ളനാവണമെങ്കിൽ
ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കന്റെ കെണിയും പഠിക്കണം. അല്ലെങ്കിലും കൂട്ടുകൂടാൻ മനുഷ്യന്മാരെക്കാളും നല്ലത് കാക്കയും പൂച്ചയൊക്കെ തന്നെയാണ്. നമ്മുടെ മലയാളിത്തം നിറഞ്ഞു തുളുമ്പുന്ന അനുശ്രീ. നാരായണമാമനെയും ഉമ്മനമ്മയും കൂടാതെ എനിക്ക് വേറെ ആൾക്കാരിട്ടോ ദുബായില്. കാവുംപുറത്തെ മീനച്ചെറിയമ്മ, പൊന്നയത്തെ വിമലയിടത്തി, ഓടയമ്പുറത്തെ പുഷ്പേച്ചി, അങ്ങനെ കുറെ ബന്ധുക്കാരുണ്ട്. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവോ അറിഞ്ഞേട്ടാ. നമ്മുടെ മലയാളികളുടെ ന്യൂസ് റൂം തരംഗമായിട്ടുള്ള സുജയ പാർവതി. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക് മാധ്യമ പ്രവർത്തനം എന്നുള്ളതിന്റെ ചെപ്പന്തുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം NV നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. സാർ എന്റെ മീറ്റേഴ്സിലൊക്കെ എന്നെ ചീത്തയൊക്കെ പറയും, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്. കൊല്ലംകാരുടെ സ്പന്ദനമായിട്ടുള്ള ചിന്താ ജെറോ. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കും കമ്മലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. ഇതെന്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമല്ല, മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം. നമ്മുടെ സ്വന്തം രാജുവേട്ടന്റെ അമ്മ മല്ലിക സുകുമാരൻ. പൃഥ്വിരാജ് വശപ്പശകായിട്ട് നോക്കുന്നു ലാലേട്ടനെ. അത് കഴിഞ്ഞപ്പോ ടോവിഡോ ശരിയല്ല. ടോവിഡോ മോഹൻലാൽ ഇങ്ങനെ ഒരു ഫ്രീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യും. പിന്നെ രാജുവിന്റെ മനസ്സിൽ മമ്മൂട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെ കൂടെ കണ്ടൊരു സീനിയർ നടൻ. പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു രാജുവിന് ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്യണമെന്നുള്ളത്. ഓക്കെ, സോന നായർ. അപ്പൊ സുന്ദരേഷൻ ഇതൊന്നും കേട്ടിട്ടില്ല? പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. അങ്ങോട്ട് പിടിക്കണ്ടേ ശശിയേട്ടാ. രാവിലെ ആകുമ്പോ എവന് സുന്ദരി, രാത്രിയാകുമ്പോ കാനന് സുന്ദരി. എനിക്കറിയാം, ഒക്കെ ചെയ്ത സിനിമകളുടെ പേരുകളാ. കല്യാണത്തിന് മുമ്പ് എനിക്ക് എന്തിനു നിറമായിരുന്നു. അയ്യോ, ഒക്കെ പോയി. ഒരിടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഭരിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റഗ്രാം തരംഗമായി മാറിയിട്ടുണ്ടായിരുന്ന നാഗചേച്ചി. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല. അയ്യാ പോവല്ലേ, അയ്യാ പോവല്ലേ, അയ്യാ പോവല്ലേ ഒന്നും ഞാൻ പറയത്തില്ല. തുറന്നങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് പോവാം വരാം, പോവാം വരാം, പോവാം വരാം. ഓക്കെ, ഇനി എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ, ഷാനി പ്രഭാകർ. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി രാജേഷ്. അസ്സാം പുറത്തരസിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമത്തോടുകൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഭാവന. ഫിലിപ്പോസ് അങ്കിളോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ പത്മ, അനിയത്തിയാ. പിന്നെ മിസ്റ്റർ കുഞ്ഞാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. എനിക്കും ഇഷ്ടമായി. എൻ്റെ അമ്മോ, എങ്ങനെയാണ് ഈ തൊണ്ടയിലൂടെ ഇത്തരം പല പല ആർട്ടിസ്റ്റുകളുടെ സൗണ്ടൊക്കെ വരുന്നതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു. പ്രീതിമ, നമ്മൾ ഓരോ വോയിസ് എടുക്കുന്ന സമയത്തും എങ്ങനെയാണ് അതിനൊരു പ്രാക്ടീസിന്റെ ബാക്കിലുള്ള സ്റ്റോറി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ? പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു 1 വീക്ക് ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ രജിഷ വിജയന്റെ വോയിസ് ഈ കോമഡി ഉത്സവത്തിൽ ചെന്നപ്പോഴത്തേക്ക് അതെനിക്ക് ഞാൻ പഠിച്ചോണ്ട് പോയ വോയിസ് അല്ല. ഞാൻ അവിടെ വെറുതെ ആ ഒരു സിനിമയുടെ അനിതാ കരിക്കുമ്പള്ള റിലീസായ സമയം, അപ്പൊ അന്ന് അതിനകത്തൊരു വീഡിയോ കണ്ടോണ്ട് ചുമ്മാ അവിടെ നിന്ന് ചെയ്തപ്പോ അവര് പറഞ്ഞു ഇത് സ്പോട്ട് ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പഠിച്ചിട്ടേ ഇല്ല. ആ സ്പോട്ടിൽ അന്നേരം അവിടെ നിന്ന് ചെയ്ത സാധനമായിരുന്നു. അപ്പൊ അങ്ങനെ അത് അന്ന് അവിടെ ചെയ്തപ്പോ നല്ല കമന്റ്സ് ആയിരുന്നു. പക്ഷെ അത് ഓരോ സ്റ്റേജ് ചെയ്ത് അല്ലാതെ ഞാൻ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയൊക്കെയാണ് കുറച്ച് എന്താ പറയാ പെർഫെക്ഷനിലോട്ട് കൊണ്ടെത്തിച്ചത്. അതിനകത്ത് സുജയ ചേച്ചിയുടെ ശബ്ദമാണെങ്കിൽ പോലും എനിക്ക് ഓരോരുത്തർ ഇപ്പൊ കമന്റ്സ് ഇടാറുണ്ട്, ഇന്ന ആളുടെ വോയിസ് ട്രൈ ചെയ്യുമോ എന്ന സമയത്ത്. അങ്ങനെ സുജയ ചേച്ചിയുടെ ഒന്ന് ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിരുന്നതാ. അപ്പൊ ഞാനത് ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതി ഞാൻ അത് വീഡിയോസ് എടുത്തിട്ട് ഞാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഓക്കെ ആയിരുന്നു. കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്, ടോൺ കിട്ടുന്നുണ്ട്. ആ ഒരു പിന്നെ മോഡുലേഷനും കാര്യങ്ങളും പഠിച്ചിട്ട് ആ ഡയലോഗ് ബൈഹാർട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ കണക്ക് കുറെ പ്രാവശ്യം ഒരു 2-3 ദിവസം പറഞ്ഞു നോക്കി. അവരുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഇപ്പൊ ഓരോരുത്തർ പറയുന്നതിനകത്തും ഓരോ സ്റ്റൈലിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒബ്സർവ് ചെയ്ത് പിന്നെ ബ്രീത്ത് എടുക്കുന്നതും അങ്ങനെ കുറെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കുമ്പോ തന്നെ ഏകദേശം ഒക്കെ ഒന്ന് ഓക്കെ ആവും, സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരുപാട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഫണ്ണിയസ്റ്റ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുമ്പോ ഇപ്പൊ കൂടുതലും ഞാൻ സ്പോട്ട് ഡബിംഗ് ആണ്
സ്റ്റേജ് ഷോസിന് ചെയ്യുന്നത്. ആദ്യം സ്റ്റേജിൽ നിന്നിട്ട് കുറച്ചുകൂടെ ശബ്ദം അനുകരിച്ചതിന് ശേഷം പുറത്ത് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വിഷ്വല് സ്ക്രീനിൽ ഇട്ടിട്ട് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം കുറെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വെറുതെ ലിപ്പ് അനക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് ഫൺ മൊമെന്റ് ആയിട്ട് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ടെൻഷൻ അടിക്കുന്ന കുറെ മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ടെൻഷനാണ് കൂടുതൽ, ഫൺ അല്ല. ഒരിക്കലും ഇല്ല, നമ്മളവിടെ നിന്ന് ഒരുങ്ങി പോവും. ഇപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ പറയാം, അതായത് ഈ സൗണ്ടിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായില്ല ചിലടത്ത് പോകുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ എന്താ പറയണ്ട, ഞാൻ ചെയ്യുന്ന വീഡിയോയില് ഓപ്പോസിറ്റ് ആളുടെ ഡയലോഗ് കാണും. ഇപ്പൊ ഞാൻ ആവേശത്തിൽ അമ്മയുടെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഓപ്പോസിറ്റ് മറുപടി ഫഹദ് ഫാസിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ അമ്മയെ സംസാരിക്കുന്നിടത്ത് ഞാൻ ലിപ്പ് കൊടുക്കേണ്ട അവിടെ ഫഹദ് ഫാസിലിന്റെ ഒന്ന് കിടക്കുക. അവര് വീഡിയോയും ഓഡിയോയും കൂടെ അവര് വേറെ എന്തോ പ്രശ്നം പറ്റിപ്പോയി. അപ്പൊ ഞാൻ ഇന്ന് ഉരുകിപ്പോയി. ഞാൻ പിന്നെ കൂളായിട്ട് അവരടുത്ത് പറഞ്ഞു, ഒരു മിസ്റ്റേക്ക്, ടെക്നിക്കലി ഒരു പ്രശ്നമുണ്ട്, ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ഇടാം. 3 വട്ടം റിപ്പീറ്റ് ഇട്ടപ്പോ 3 പ്രാവശ്യം അങ്ങനെയല്ല. പിന്നെ ഞാൻ കണ്ണു അടച്ച് എങ്ങനെയൊക്കെ ചെയ്തു. അതും മൊത്തം ആൾ ഭയങ്കര ക്രൗഡ്, അതിന്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷെ ആൾക്കാരൊക്കെ മനസ്സിലായി എന്റെ ഭാഗത്ത് പ്രശ്നമല്ലാന്ന് എഴുതിയിട്ട് എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ പ്രീതിമ, ഈ ഒരു മിമിക്രി ഫീൽഡിലേക്ക് വരാനായിട്ടിരിക്കുന്ന ഒരുപാട് അപ്കമിംഗ് ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനായിട്ടുള്ളത്? ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതൊക്കെ? എനിക്ക് കുറെ പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. കുറെ പേര് ഇത് നമുക്ക് മിമിക്രി ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ അയച്ചതുകൊണ്ട് ഇങ്ങനെ ചേച്ചിയെ കണ്ടിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. ഓക്കെ ആയോ? സമന്തയുടെയും പാർവതി തിരുവോത്തിന്റെ ഒക്കെ വോയിസ് ചെയ്തിട്ട് ഈ അടുത്ത സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാരും കഴിവുള്ളവരെല്ലാരും കഴിവ് പുറത്തു വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ആ ഒരു ഫീൽ എന്തായിരിക്കും പ്രീതിമ? ഭയങ്കര സന്തോഷമാണ്. കാര്യം ഇപ്പം കലോത്സവത്തിനാണെങ്കിൽ തന്നെയും ഈ വർഷം ഒരു 2 പെൺകുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്തുനിന്ന്. ഇത് കണക്ക് മിമിക്രി ചെയ്യാനാണ്. പക്ഷെ ഇത് നമുക്കിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ പറയുന്ന വോയിസ് അവർക്ക് പറ്റണം എന്നില്ലല്ലോ. അപ്പൊ ഞാൻ അവർക്ക് ഏതൊക്കെയാണോ പറ്റുന്നത് അത് തരാൻ പറഞ്ഞു. അത് ഞാനൊരു കണ്ടന്റ് ആക്കി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാനൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രീതിമ, നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ കലോത്സവങ്ങളിൽ നമ്മൾ കാണുന്ന മിമിക്രിയും അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ സ്റ്റേജ് ഷോയിൽ കാണുന്ന മിമിക്രിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു മാറ്റങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പണ്ടുള്ള ആ ഒരു മിമിക്രിയുടെ ആ ഒരു സ്റ്റൈലല്ല ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പം ആളുകളുടെ ഇടയിലുള്ള ആ ഒരു അക്സെപ്റ്റൻസും ആളുകൾക്ക് ഏത് രീതിയിലാണ് അതിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ? കലോത്സവത്തിന് ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ പഠിച്ചിട്ട് പെർഫെക്റ്റ് കുറച്ച് ശബ്ദങ്ങൾ പഠിച്ചേക്കുക. ഇപ്പൊ ആദ്യമായിട്ട് ട്രെയിൻ പോകുന്ന ശബ്ദം, അടുത്തതായിട്ട് പട്ടി വരയ്ക്കുന്ന ശബ്ദം, വെറൈറ്റി രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള ഓരോന്ന് ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകും. അപ്പൊ ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ അതല്ലല്ലോ, ഇപ്പൊ എല്ലാം മാറി, മിമിക്രിയെ മാറി. പിന്നെ ഈ പറഞ്ഞ കണക്ക് മഹേഷ് കുഞ്ഞുമോനൊക്കെ ആണെങ്കിൽ തന്നെയും ഓരോരോ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ പഴയ മിമിക്രി കേൾക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് എന്താ ചെയ്യണം? എന്റെ അടുത്താണെങ്കിലും അങ്ങനെ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത്, വെറൈറ്റി ആയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് എന്നാ ചോദിക്കുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന അപ്കമിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ? ഞാനിപ്പോ ഡബ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റേജ് ഷോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അങ്ങനെയൊക്കെ പോവാ, തട്ടിമുട്ടി അങ്ങനെ പോവാണ്. അപ്പൊ ഈ ഒരു മിമിക്രി ഫീൽഡ് അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലേക്ക് തിരിഞ്ഞേനെ, ഏതൊരു ഫീൽഡ് ആയിരിക്കും ഇഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നത്? ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഓഫീസ് വർക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനേ ചാൻസ് ഉള്ളൂ. പണ്ട് എങ്ങനെയോ അറിയാതെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിന് ഒരു വേതാളത്തിന്റെ സൗണ്ട് അവതരിപ്പിച്ച് ഇങ്ങോട്ട് വന്നതാണ് അല്ലേ? സത്യം. അതുകൊണ്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്തു. പറഞ്ഞൊക്കെ കുറച്ച് നല്ല അംഗീകാരങ്ങളൊക്കെ കിട്ടി, അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ മുന്നോട്ട് കുറെയൊക്കെ ചെയ്യണം, നല്ലത് പുതിയത് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹം തോന്നി തുടങ്ങി. ഇപ്പം നമ്മൾ അവാർഡുകളെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. കലാഭവൻ മണി പുരസ്കാരം, അതുപോലെ തന്നെ മലയാള പുരസ്കാരം, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒക്കെ ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയുള്ള ആ ഒരു ജേർണിനെ പറ്റിയുള്ള കഥയൊക്കെ പറയൂ. ഓക്കെ, എനിക്കിപ്പോ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഗിന്നസ് റെക്കോർഡിന്റെ കാര്യം പറയാനാണ്. പക്ഷെ അത് ഭയങ്കര സന്തോഷം, അതിലുപരി ഭയങ്കര സങ്കടവും തന്നൊരു മൊമെന്റ് ആണ്. ഓക്കെ,
കാര്യം ഗിന്നസ് റെക്കോർഡിന്റെ ഷോയിൽ പെർഫോം ചെയ്ത സമയത്താണ് എന്റെ അച്ഛൻ മരണപ്പെടുന്നത്. അപ്പോ പെർഫോം കഴിഞ്ഞിറങ്ങിയപ്പോ ഈ ഒരു വിവരം അറിയുന്നു. അങ്ങനെ പിന്നെ മെന്റലി പറഞ്ഞ കണക്ക് എല്ലാം നിർത്താം എന്നുള്ളൊരു മൈൻഡായി പോയി. കാര്യം അച്ഛനായിരുന്നു ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എതിർപ്പായിരുന്നെങ്കിലും പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ആ ഒരു നിമിഷം എങ്ങനെയാണ് ഓർക്കുമ്പോ. അതെ, ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ പറ്റി ഓർക്കുമ്പോ അങ്ങനെ ഒരു സങ്കടവും കൂടി മനസ്സിലേക്ക് ഓടിയെത്തും അല്ലേ? അതെ അതെ. പക്ഷെ അച്ഛന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു സമ്മാനവും അത് തന്നെ ആയിരിക്കും അല്ലെ? തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും. എന്തായാലും അച്ഛൻ ഇപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കും. അപ്പൊ എന്തായാലും ഇനിയും ലൈഫിൽ ഒരുപാട് നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ റെഡ് കാർപ്പറ്റിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സംസാരിക്കാൻ പറ്റിയതിലും പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് പ്രീതിമ. എനിക്ക് ഒരുപാട് സന്തോഷം. എന്റെ കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റി. ഇപ്പം RJ ആണെങ്കിൽ തന്നെ നല്ല സപ്പോർട്ടായിട്ട് സംസാരിച്ചു. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ ഇന്നത്തെ റെഡ് കാർപ്പറ്റിലൂടെ നമ്മൾ പ്രീതിമയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കലാരംഗത്ത് ഇതുപോലെ മാറ്റൊരുക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുടെയും ഫിലിം പേഴ്സണാലിറ്റീസിന്റെയും ഒക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ RJ ഏലിക്കുട്ടി സൈനിങ് ഓഫ്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.